ഫുട്ബോൾ മത്സരത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനിടെ യുവാവിനെ നടുറോഡിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവത്തിൽ മുഖ്യപ്രതി അടക്കം 5 പേർ ഒളിവിലാണ്. പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതികളെന്നാണ് സൂചന. ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. 1 മാസം മുൻപ് പ്രാദേശിക ക്ലബ്ബുകളുടെ ഫുട്ബോൾ മത്സരത്തിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കുട്ടികളുടെ തർക്കം മുതിർന്നവർ ഏറ്റെടുക്കുകയും കാപ്പ കേസിലെ പ്രതിയും ഗുണ്ടകളും സ്ഥലത്തെത്തി കൊലപാതകം നടത്തുകയുമായിരുന്നു. കേസിലെ 6ഉം 7ഉം പ്രതികളായ സന്ദീപ്, അഖിലേഷ് എന്നിവരെ കന്റോൺമെന്റ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. സന്ദീപ് നിരവധി ക്രിമിനൽ കേസുകളിലും മ്യൂസിയം പോലീസിൽ കാപ്പ കേസിലും പ്രതിയാണ്. അഖിലേഷും നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒളിവിലുള്ളവരെ സഹായിക്കുന്നത് തടയാൻ ഇവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് കരുതൽ തടങ്കലിലാക്കി. സംഭവത്തിൽ ഉൾപ്പെട്ട ജഗതി സ്വദേശിയായ 16-കാരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 4:30-യോടെ തൈക്കാട് MG രാധാകൃഷ്ണൻ റോഡിലാണ് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷൻ തോപ്പിൽ D47-ൽ അലനെ മർദ്ദിച്ച ശേഷം കുത്തിക്കൊലപ്പെടുത്തിയത്. സംഘർഷത്തിൽ ഉൾപ്പെടാതെ മാറി നിന്ന അലനെ സംഘത്തിലുള്ള ആളെന്ന് തെറ്റിദ്ധരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കമ്പി പോലുള്ള ആയുധം കൊണ്ടുള്ള കുത്ത് ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറിയാണ് മരണം. അലനെ സുഹൃത്തുക്കൾ ഉടൻ സ്കൂട്ടറിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി തിങ്കളാഴ്ച ഒത്തുകൂടിയ സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. തർക്കത്തിനിടെ ഒരു സംഘം സന്ദീപിനെയും പ്രായപൂർത്തിയാകാത്ത ആളെയും വിളിച്ചു വരുത്തി. ആയുധങ്ങളുമായാണ് ഇവരെത്തിയത്. അലൻ മറുപക്ഷത്തിന്റെ കൂട്ടത്തിലുള്ള ആളാണെന്ന് വിചാരിച്ച് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കുത്തിക്കൊല്ലുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. 1 മാസത്തിനിടെ ഈ പ്രശ്നത്തെ ചൊല്ലി നഗരത്തിൽ പലയിടങ്ങളിൽ ഒട്ടേറെ തവണ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സംഘം ചേർന്ന് ഏറ്റുമുട്ടിയിരുന്നു. 2 ക്ലബ്ബിലുള്ളവർ തമ്മിലുള്ള പ്രശ്നമാണെന്ന മട്ടിൽ സംഭവം ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമം. കാപ്പ കേസ് പ്രതിയും ഗുണ്ടാബന്ധമുള്ളവരും ഉൾപ്പെട്ട സംഘം പ്രശ്നത്തിൽ ഇടപെട്ടത് കൊട്ടേഷന്റെ ഭാഗമാണെന്ന് സൂചനയുണ്ട്. രാജാജി നഗറിന് സമീപമായിരുന്നു അലൻ താമസിച്ചിരുന്നത്. അലനെ കുത്തിക്കൊലപ്പെടുത്തിയ ആളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അലനും മാതാവ് മഞ്ജുളയും താമസിക്കുന്ന തോപ്പിലെ വാടക വീട്ടിൽ സ്ഥല സൗകര്യമില്ലാത്തതിനാൽ വലിയ വിളയിലുള്ള അലന്റെ മാതൃ സഹോദരിയുടെ വസതിയിൽ പൊതുദർശനത്തിന് വച്ച ശേഷം മുട്ടട പെന്തക്കോസ്തൽ ചർച്ചിൽ സംസ്കരിച്ചു. അലന്റെ അച്ഛനും സഹോദരിയും നേരത്തെ മരിച്ചിരുന്നു. അമ്മ വീട്ടുവേല ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം സഹോദരിയും മരിച്ചതോടെയാണ് അലൻ സുവിശേഷ പഠനത്തിന് ചേർന്നത്.